ഹായ് ഓൾ, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ക്ലീ 2025 5-year LLB 3-year LLBയുടെ എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു. ഇനി എപ്പോഴാണ് കാറ്റഗറി ലിസ്റ്റ് വരുന്നത്, എപ്പോൾ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും, എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ ചേച്ചി എന്നുള്ള മെസ്സേജസ് ആണ് കമന്റ് ബോക്സിൽ മുഴുവൻ കാണുന്നത്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ സിയിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾ എല്ലാവരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കണ്ടിട്ട് തന്നെ. അപ്പോൾ കുട്ടികളുടെ സംശയങ്ങൾ കാരണം നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ റിപ്ലൈ ഇതാണ്: ജൂലൈയിലാണ് കാറ്റഗറി ലിസ്റ്റ് വരുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് 2 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ്. അതിപ്പോ ആ ഡിഫക്ട്സ് ക്യൂർ ചെയ്യാത്തത് കൊണ്ടാണ്. അതായത് പ്രോപ്പറായിട്ട് എല്ലാവരും ആപ്ലിക്കേഷൻ സമയത്ത് പറഞ്ഞ രേഖകൾ കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ട്, ആ ഡിഫക്റ്റ് വന്നത് കൊണ്ട് അത് തിരുത്തിയതിനു ശേഷം എല്ലാവരുടെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരണം. ആ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും കാറ്റഗറി ലിസ്റ്റ് ഇനി വരുന്നത്. അപ്പോൾ ജൂലൈയിലാണ് കാറ്റഗറി ലിസ്റ്റ് വരുന്നത് എന്നാ പറഞ്ഞത്. ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജൂലൈയോട് കൂടിയാണ് ഇനി കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ എന്നാണ് സിഇയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ. സോ അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് വരും. കാറ്റഗറി ലിസ്റ്റ് കിട്ടാനുള്ളവരൊക്കെ വരും. അപ്പൊ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്തവര് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാറ്റഗറി ലിസ്റ്റ് വരും, എന്തായാലും വരും. അപ്പൊ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഒക്കെ അതിന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡയറക്റ്റ് കോളേജിൽ പോയി അഡ്മിഷൻ കൊടുക്കണോന്ന് ചോദിക്കുന്നു. അത് നിങ്ങൾ മാനേജ്മെന്റ് സീറ്റ് എടുക്കുവാണെങ്കിൽ കൊടുത്താൽ മതി. അതല്ലാത്തത് സിഇ വിളിക്കും, അലോട്ട്മെന്റിന് വേണ്ടി വിളിക്കും. അപ്പോഴാണ് വിളിക്കും മീൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് വെബ്സൈറ്റിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമ്പോഴാണ് നിങ്ങൾ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ടൈമിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യാം, നിങ്ങൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. അപ്പൊ ഇപ്പൊ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ക്ലീയുടെ. അപ്പൊ ക്ലീയുടെ അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ പലരുടെയും റിസൾട്ട് വിത്ത് ഹെൽഡ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഒരുപാട് കുട്ടികളുടെ വിഷമമായിരുന്നു, അവരുടെ റാങ്കിന് നേരെ വിത്ത് ഹെൽഡാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി തന്നെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കുറച്ച് പേരുടെ വിത്ത് ഹെൽഡ് കാണും. ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള രേഖകൾ പറഞ്ഞ രീതിയിൽ അപ്ലോഡ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സി ഒരു സമയം തന്നിട്ടുണ്ട്. ആദ്യം ഒരു ടൈം തന്നിട്ടുണ്ടായിരുന്നു നേറ്റിവിറ്റി ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പൊ അപ്പോഴും ചെയ്യാത്തവരുണ്ടാകാം. അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെ ഇപ്പോൾ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ മെമോ ആയിട്ട് വന്ന് കിടപ്പുണ്ടാവും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ. നിങ്ങൾ ഓപ്പൺ ചെയ്യുക. 3-year LLB ആണെങ്കിലും 5-year LLB ആണെങ്കിലും റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റില് സിയുടെ 3-year LLBയുടെ ആണെങ്കിൽ 3-year LLBയുടെ പോർട്ടൽ എടുക്കുക, 5-year LLBയുടെ ആണെങ്കിൽ 5-year LLBയുടെ പോർട്ടൽ എടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ആ ഒരു 2 ലിങ്ക് ഇടാം. 3-yearന്റെ പോർട്ടലിന്റെ ലിങ്ക് ഇടാം, 5-yearന്റെ പോർട്ടലിന്റെ ലിങ്ക് ഇടാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ ഇപ്പോൾ ഇത്രയും റിസൾട്ട് നോക്കാനൊക്കെ നോക്കിയതുകൊണ്ട്. ഇനി ആർക്കെങ്കിലും അറിയാത്തതാണ് ഈ 2 ലിങ്ക് ഇടാം, 3-yearന്റെയും 5-yearന്റെയും. അപ്പൊ നിങ്ങൾ ആ ജസ്റ്റ് ലിങ്ക് ത്രൂ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. നമ്മൾ ആ ഒരു ക്യാപ്ചയൊക്കെ കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ട് പാസ്വേഡ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വരും. ആ പ്രൊഫൈലിൽ മുകളിൽ ഒരു 3 വര കാണും, അതാണ് നമ്മൾ മെനു. ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മെമോ ഡീറ്റെയിൽസ് പറഞ്ഞ എന്തെങ്കിലും വന്ന് കിടപ്പുണ്ടാവും. അപ്പൊ ആ മെമോ എന്ന് എല്ലാവർക്കും വരില്ല, അത് ഞാൻ പ്രത്യേകം വീണ്ടും പറയണു, എല്ലാവർക്കും വരും എന്നല്ല. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡിഫക്ട്സ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഡിഫക്റ്റ് ഉള്ളവരുടെ ലിസ്റ്റ്. അപ്പോൾ ആരുടെയൊക്കെയായിരുന്നു അപേക്ഷാ ഫോമില് ഡിഫക്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ ആ ഡിഫക്റ്റ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കുക. 3-year LLB ആണെങ്കിൽ 3-year LLB, 5-year LLB ആണെങ്കിൽ 5-year LLBയിൽ ഡിഫക്റ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ കാൻഡിഡേറ്റ് പോർട്ടൽ നോക്കുക. കാൻഡിഡേറ്റ് പോർട്ടൽ എടുത്ത് മെനു ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു മെമോ വന്ന് കിടപ്പുണ്ടാവും. ആ മെമോ വന്ന് കിടപ്പുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പൊ EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ, നേറ്റിവിറ്റി ആണെങ്കിൽ നേറ്റിവിറ്റി അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ അത് പറഞ്ഞ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. സോ എന്തൊക്കെയായിരുന്നു ആപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കേണ്ടിയിരുന്നത് എന്ന് നമ്മൾ ആപ്ലിക്കേഷന്റെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ രീതി, അതായത് പ്രോസ്പെക്ടസിൽ പറഞ്ഞ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ EWSന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റേത് റിസർവേഷന്റെ സർട്ടിഫിക്കറ്റോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ കൊടുത്തത് പ്രോപ്പർ ആയിട്ടുള്ളതല്ല. ഇപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ളതല്ല കൊടുത്തതെങ്കിൽ, നേറ്റിവിറ്റി അതിൽ ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിഫക്റ്റ് ക്യൂർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനൊരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്, 3-ാം തീയതിയാണ്, അതായത് ജൂലൈ 3-ാം തീയതി. അപ്പൊ 3-ാം തീയതി കഴിഞ്ഞിട്ട് എന്തായാലും കാറ്റഗറി ലിസ്റ്റ് വരുവുള്ളൂ എന്ന് നമുക്ക് ഏറെക്കുറെ അങ്ങ് തീരുമാനിക്കാം. 3-ാം തീയതി കഴിഞ്ഞിട്ട് വരുള്ളൂ. ജൂലൈയിൽ വരുമെന്നാണ് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ ജൂലൈ കഴിഞ്ഞിട്ടായിരിക്കും വരുവുള്ളൂ. കാരണം ഇതും കൂടി കഴിഞ്ഞ് ഇവരെയും കൂടി ഉൾപ്പെടുത്തണല്ലോ കാറ്റഗറി ലിസ്റ്റിലേക്ക്.
സോ അപ്പൊ തേർഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി നോക്കിയാൽ മതി. ഓരോ ദിവസവും ഞാൻ കമന്റ് കാണുന്നുണ്ട്, ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊക്കെ. പിന്നെ ഇപ്പൊ ജൂലൈ 3 കഴിഞ്ഞിട്ടായിരിക്കാം കൂടുതലും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആ സമയത്തേക്ക് മതി. അപ്പോ ജൂലൈ 3 ഉച്ചയ്ക്ക് 3 മണി വരെ, യെസ് മറന്നു പോകരുത്, ജൂലൈ 3 ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഡിഫക്റ്റ് ഉള്ളവര്. ഡിഫക്റ്റ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മെമ്മോ വന്ന് കിടപ്പുണ്ടാകും മെനുവില് കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾ ആ മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണോ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാം. അപ്പൊ ഡിഫക്റ്റ് മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുവുള്ളൂ, അല്ലെങ്കിൽ കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുള്ളൂ. ഇപ്പൊ കാറ്റഗറി ലിസ്റ്റിൽ പല കാര്യങ്ങളും നിങ്ങൾ കാറ്റഗറി റിസർവേഷനുമായി ബന്ധപ്പെട്ടത് കൊടുത്തതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആകാം. അപ്പൊ അത് നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ലേറ്റ് ആവുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ അത് വന്നതിന് ശേഷമാണ് പിന്നീട് അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ തുടങ്ങുന്നത്. അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനൊക്കെ സമയം വരുന്നത്. സോ അപ്പൊ അത് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ക്ലീയുടെ പുതിയ അപ്ഡേറ്റ് പറയാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.